ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ടൂർ പോവാണ്. വേറെങ്ങോട്ടല്ല, മലപ്പുറം ജില്ലക്കാർക്ക് മലപ്പുറം വിട്ടാൽ പിന്നെ കോഴിക്കോട്, വയനാട് അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിപ്പം ഭയങ്കര മഴ, ഒരു രക്ഷയില്ലെന്ന്. അതുവരെ മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിലോ ചുരത്തിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. ലക്കിടി വ്യൂ പോയിന്റിലൊക്കെ ഭയങ്കര കോടായിട്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ആ ഒരു ചുരമൊക്കെ നമ്മൾ കാണുന്ന സ്പോട്ടിൽ മൊത്തം കോടയായിരുന്നു. അങ്ങനെ നമ്മൾ വയനാടെത്തി ഫസ്റ്റ് കണ്ട ഒരു പമ്പിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പ്ലേസിൽ പോകാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അവിടേക്കൊന്നും മഴ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് പൂക്കോട്ട് ലേക്കിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പാർക്കുണ്ട്, ജംഗിൾ ബുക്ക് എന്നുള്ള. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അതാകുമ്പോൾ കുട്ടികൾക്ക് കാണാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര മഴയായിട്ട് അവിടെ മാത്രമേ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ജീവികളൊക്കെ കാണാനുണ്ടായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴുത്തിന് ഒട്ടത്തിനൊക്കെ ഇങ്ങനെ അത്ര അടുത്ത് നിന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ജംഗിൾ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു കടയും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് ചേലോട് ടീ ഫാക്ടറിയിലേക്കാണ്. ഇത് പഴയ മെത്തേഡിൽ ഇവിടെ ചായപ്പൊടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇത് വരുന്നത് ഹണി മ്യൂസിയത്തിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പ്രോസസ്സൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ആൾ നമുക്ക് എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്, എത്ര തരം ചായപ്പൊടി ഉണ്ടെന്നൊക്കെ നമുക്ക് പറയും. അതിൻ്റെ മുകളിലെ ഒരു നിലയാണ് ഇവിടെ നമ്മൾ അവരുടെ ഡോക്യുമെൻ്ററി ഇട്ട് കാണിച്ചു തരും, അവരുടെ ആ ഒരു ഫാക്ടറി എങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണുന്നത്. ഇവിടെ പഴയ രീതിയിലാണ് ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ചായപ്പൊടിയൊക്കെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഉച്ച ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബിരിയാണി. അപ്പോൾ അത് കാരാപ്പുഴ ഡാമിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഈ ടൂറിൻ്റെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ.